അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭാംഗം അതിഷി ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി. ആം ആദ്മി പാർട്ടി നിയമസഭാ കക്ഷി യോഗത്തിൽ അരവിന്ദ് കെജ്രിവാളാണ് അതിഷി മെർലിനയുടെ പേര് നിർദ്ദേശിച്ചത്. ഇന്ന് വൈകിട്ട് അരവിന്ദ് കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണർക്ക് രാജിക്കത്ത് കൈമാറുകയും ചെയ്യും. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നിർണായക രാജിപ്രഖ്യാപനത്തിന് പിന്നാലെ തുടങ്ങിയ ചർച്ചകൾക്ക് ഇന്ന് പരിസമാപ്തി. ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം ഇന്ന് രാവിലെ 11-ന് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് കെജ്രിവാളിന് പകരം ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത്. മന്ത്രി അതിഷിയെ നിയമസഭാ കക്ഷി നേതാവായി യോഗം ഐക്യകണ്ഠമായി തെരഞ്ഞെടുത്തതായി ഗോപാൽ റായ് അറിയിച്ചു. दिल्ली के अगले चुनाव तक मुख्यमंत्री की जिम्मेदारी सर्वसम्मति से आतिशी जी को दी गई है. ജനങ്ങളുടെ കോടതിയിൽ പോകാനാണ് കെജ്രിവാളിന്റെ തീരുമാനമെന്നും ഗോപാൽ റായ്. ഇന്ന് വൈകിട്ട് 4:30-ന് ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് കെജ്രിവാൾ രാജി നൽകും. പിന്നാലെ അതിഷിയെ നേതാവായി തെരഞ്ഞെടുത്തത് ലഫ്റ്റനന്റ് ഗവർണറെ അറിയിക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. ആം ആദ്മി പാർട്ടിയിലെ കരുത്തുറ്റ വനിതാ നേതാവ് അതിഷി മെർലേന, സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിതിനും ശേഷം ഡൽഹി ഭരിക്കുന്ന വനിതാ മുഖ്യമന്ത്രിയാകും അതിഷി. വിനീത വിജി, 24 ഡൽഹി. ഡൽഹിയിൽ നിന്ന് വിനിത വിജയായിരുന്നു. വിനിത, സുനിത കെജ്രിവാളിന്റെ പേര് കേട്ടു, അതിഷി മെർലിനയുടെ പേര് കേട്ടു, സൗരവ് ഭർദ്വാജിന്റെ പേര് കേട്ടു, അജയ് റായുടെ പേര് ഇവർ കേട്ടെങ്കിൽ കൂടിയും അതിഷിക്ക് തന്നെയായിരുന്നു എല്ലാ സമയവും ആ പേരുകളിൽ എന്താണ് മുൻതൂക്കം. ഏതാണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു. അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളെ എപ്പോൾ കാണും ഇനി വിനീത? ഹഷ്മി, അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളെ കാണുന്നത് സംബന്ധിച്ച് ഇനിയും നമുക്ക് അറിയിപ്പൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. പക്ഷേ അതേസമയം അതിഷി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ കെജ്രിവാളിന്റെ വസതിക്ക് മുൻപിൽ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ, അതിഷിയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അവർ മാധ്യമങ്ങളെ കാണുകയാണ്. ചില നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാവും അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമി എന്ന ചോദ്യത്തിൽ 6 പേരുടെ പേരുകളാണ് പ്രഥമ പട്ടികയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കമുണ്ടായിരുന്നത് അതിഷിയുടെ പേര് തന്നെയായിരുന്നു. കാരണം ഈ മന്ത്രിസഭയടക്കം കെജ്രിവാൾ പ്രതിസന്ധിയിലായപ്പോൾ ഏറ്റവും സൂക്ഷ്മമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോയത് അതിഷി തന്നെയായിരുന്നു. കാരണം ആ സമയത്തും ഡൽഹിയിൽ ഭരണപ്രതിസന്ധി അടക്കമുണ്ടായിരുന്നു. പക്ഷേ ആ ഭരണപ്രതിസന്ധി ഒരു ഭരണ വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാത്ത തരത്തിൽ അതിനെ വളരെ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കെജ്രിവാളിന്റെ അഭാവത്തിൽ വളരെ കൃത്യമായി ഈ നടപടിക്രമങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയ അതിഷിയെ തന്നെയാണ്, കെജ്രിവാൾ തന്നെയാണ് അതിഷിയുടെ പേര് മുന്നോട്ട് വെച്ചത്. ഇങ്ങനൊരു പേര് മുന്നോട്ട് വയ്ക്കാൻ കെജ്രിവാളിനോട് മറ്റു നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് കെജ്രിവാൾ തന്നെ അതിഷിയുടെ പേര് പറയുന്നത്. പിന്നാലെ എല്ലാവരും ഐക്യകണ്ഠമായ ആ പേരിനെ പിന്തുണയ്ക്കുകയായിരുന്നു. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ അതിഷിക്ക് തന്നെയായിരുന്നു ആ പട്ടികയിൽ മുൻതൂക്കമുണ്ടായിരുന്നത്. പിന്നാലെ സുനിത കെജ്രിവാളിന്റെ പേരും ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അതൊരു കുടുംബ വാഴ്ചയിലേക്കടക്കം ഒരു ആരോപണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ തന്നെ ഇടപെട്ടുകൊണ്ട് സുനിത കെജ്രിവാളിന്റെ പേര് അതിൽ നിന്ന് ഒരു വിയോജിപ്പ് അറിയിക്കുകയുണ്ടായി. ഒപ്പം സുനിത കെജ്രിവാളും അതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നാലെ ചില സുപ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകളൊക്കെയാണ് കേട്ടത്. മനീഷ് സിസോദിയയ്ക്ക് പകരക്കാരനായി എത്തിയ സൗരഭ് ഭരദ്വാജ്, മുതിർന്ന നേതാവായ അങ്ങനെയുള്ള ചില ആളുകളുടെ, ഗോപാൽ റായ് തുടങ്ങിയ ആളുകളുടെ പേരുകളൊക്കെ തന്നെ ആ പട്ടികയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ പോലും ഏറ്റവും ഒരു പ്രഥമ പരിഗണന എന്ന തരത്തിൽ വന്നത് അതിഷിയുടെ പേര് തന്നെയായിരുന്നു. ഇന്നലെ വൈകിട്ട് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും നേതാക്കൾ 11-അംഗ സമിതിയിൽ കൂടുതൽ നേതാക്കളും അരവിന്ദ് കെജ്രിവാളിനോട് പറഞ്ഞതും അതിഷിയുടെ പേര് തന്നെയായിരുന്നു. 14ഓളം വകുപ്പുകൾ അതിഷി മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്ന സമയത്ത് ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിന പരിപാടികളിൽ അന്ന് ഈ പതാക ഉയർത്താൻ അരവിന്ദ് കെജ്രിവാൾ തന്നെ തീരുമാനിച്ചതും അതിഷിയുടെ പേര് തന്നെയായിരുന്നു. അന്ന് തന്നെ തന്റെ പിൻഗാമി അതിഷി എന്ന തരത്തിൽ ഒരു തീരുമാനം ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനം തന്നെയാണ് ഇങ്ങനെയൊരു നിർണായക ഘട്ടം വന്നപ്പോഴും അരവിന്ദ് കെജ്രിവാൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ ഇങ്ങനെ മുഖ്യമന്ത്രിമാർ, ഹേമന്ത് സോറന്റെ ഒക്കെ വിഷയം നമുക്ക് മുൻപിലുണ്ട്. അതൊക്കെ പിന്നീട് ഒരു രാഷ്ട്രീയ പോരിലേക്കടക്കം കാര്യങ്ങൾ എത്തിക്കുകയും അത് BJP അതിനെ ഒരു തന്ത്രപരമായി കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഡൽഹിയിൽ ഉണ്ടാകരുത്, അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യതയ്ക്ക് പോലും വഴി തുറന്നു കൊടുക്കരുത് എന്നൊരു പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ചിന്തിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് തന്റെ ഏറ്റവും അടുത്ത വിശ്വസ്ത, തന്റെ അഭാവത്തിൽ വളരെ കൃത്യമായി ഈ പാർട്ടിയെ മുന്നോട്ട് നയിച്ച, ഭരണകാര്യങ്ങളെ മുന്നോട്ട് നയിച്ച അതിഷിയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. അല്പസമയത്തിനകം അതിഷി എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതാ ഇപ്പോൾ നേതാക്കൾ മുഖ്യമന്ത്രിയാണ്. അല്പസമയത്തിനകം അതിഷി മാധ്യമങ്ങളോട് സംസാരിക്കും. ആ സമയത്തേക്ക് വീണ്ടും നമുക്ക് വിനിതയിലേക്കും അതിഷിയിലേക്കും എത്തുകയും ചെയ്യാം.